ഹലോ, ഇന്നൊരു ചെറിയ ഷോപ്പിംഗ് വ്ലോഗായിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. വേറെ ഒന്നല്ല, നമ്മുടെ അമ്പിളിക്കുട്ടിക്ക് സ്കൂൾ തുറക്കാനായല്ലോ. അപ്പോൾ അതിൻ്റെ സംഭവങ്ങളൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളൊന്ന് പോകുന്നത്. എല്ലാ സ്പൈഡർമാൻ്റെ പ്രൊഡക്റ്റ് മതി എന്ന് പറഞ്ഞിട്ടാണ് അമ്പിള് റെഡി ആവുന്നത്. അപ്പോൾ നമ്മളിതാ ഇവിടെ ബത്തേരി എത്താനായിട്ടുണ്ട്. ബത്തേരിയാണ് നമുക്ക് അടുത്തുള്ള ടൗണ്. അപ്പോൾ ബത്തേരി ഹാപ്പി 7 ഡേയ്സ് ഉണ്ട്, അതിലേക്കാണ് കയറിയത്. ഒരു ഹൈപ്പർ മാർക്കറ്റാണ് കേട്ടോ. അവിടെ ദാ അമ്പിള് ബാഗ് തന്നെ ആദ്യം പോയി നോക്കിയത്. സ്പൈഡർമാൻ്റെ തന്നെ കിട്ടിയേ. അത്തുമ്മത് ആ പതിവ് പോലെ തന്നെ ഇവിടെ വഴക്ക് തുടങ്ങിയിട്ടുണ്ട്. ഇതാ കണ്ടോ, ഇവിടെ നമുക്ക് സ്കൂളിലേക്ക് വേണ്ട എല്ലാ സംഭവങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അധികം ബുദ്ധിമുട്ടേണ്ടി വന്നില്ല, എല്ലാം അടുത്തടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതാ അടുത്തത് ബോക്സാണ് നോക്കുന്നത്. അതിൽ സ്പൈഡർമാൻ ഉണ്ടോ എന്നാൾ നോക്കുന്നത്. അതും കിട്ടി കേട്ടോ. പിന്നെ അത് കഴിഞ്ഞപ്പോൾ നെയിം സ്ലിപ്പിലേക്ക് കിടന്നു, അതും കണ്ടോ തിരഞ്ഞെടുക്കുകയാണ് സ്പൈഡർമാൻ്റെ. ലഞ്ച് ബോക്സ് വരെ സ്പൈഡർമാനാണ്. അത്തൂന് ഇതാ ഒരു ഐസ്ക്രീം കിട്ടിയപ്പോൾ അടങ്ങിയിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, നെയിം സ്ലിപ്പ് എല്ലാം സ്പൈഡർമാൻ തന്നെ ഉണ്ട്. ഇത് കണ്ട് ഞാൻ അമ്പിളിനോട് ചോദിക്കുമായിരുന്നേ സ്കൂളിലേക്ക് തന്നെയാണോ പോകുന്നതെന്ന്. അതിൻ്റെ ഇടയിൽ ആ സ്പൈഡർമാൻ്റെ കുടയും കിട്ടി. ഞാനും അതിൻ്റെ ഇടയിൽ ഒരു കുട എടുത്തു. പിന്നെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നോക്കുകയാണ് കേട്ടോ. ക്രയോണ്, പിന്നെ അതേപോലത്തെ പെൻസില്, സ്കെയില്, അങ്ങനത്തെയൊക്കെ. ലാസ്റ്റ് ഇതാ എല്ലാം ബില്ലടിക്കുന്നുണ്ട്. അത്തും അതിൻ്റെ ഇടയിൽ കൂടെ എന്തൊക്കെയോ വാങ്ങാൻ നോക്കുന്നുണ്ട് കേട്ടോ. ഒന്നും ആൾ ചോക്ലേറ്റ് ഒന്നും അങ്ങനെ കഴിക്കില്ല, ചുമ്മാ കണ്ടപ്പോൾ എന്തൊക്കെയോ വാരി വലിച്ചിടാൻ നോക്കുക. ചെറിയ ചെറിയ സാധനങ്ങൾ, പെൻസിൽ, എറേസർ, അതെല്ലാം അവർ ബാഗിലാക്കുന്നുണ്ട്. അപ്പോൾ മിസ്സാവാതിരിക്കുമല്ലോ. അങ്ങനെ അവർ തന്നെ എല്ലാം വണ്ടിയിലേക്ക് ആക്കി തരുന്നു. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോയേ. സമയം 2 മണി കഴിഞ്ഞ് തന്നെ എല്ലാവർക്കും വിശന്ന് തുടങ്ങി. ഇതാ കണ്ടോ, മുത്താണ് ബത്തേരി എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അവിടെ. സ്മോക്കീസിലാണ് നമ്മളിന്ന് ഫുഡ് കഴിക്കാൻ പോകുന്നത്. ഫുഡ് ഇതാ ഓർഡർ ചെയ്തിട്ട് ഒരു 10-15 മിനിറ്റ് എടുക്കുമെന്ന് പറഞ്ഞു. അപ്പോഴത്തേനും നമ്മളൊരു ഹോട്ട് ആൻഡ് സോറ് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ സൂപ്പ് കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ ഫുഡ് എത്തിയിട്ടുണ്ട്. നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. ഇവിടെ ആദ്യമായിട്ടാണ് ഫുഡ് കഴിക്കാൻ വന്നത്. അങ്ങനെ അധികം തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു അടിപൊളി പ്ലേസ് ആയിരുന്നേ. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് നമ്മൾ നേരെ വീട്ടിലെത്തിയേ. അപ്പോൾ ഇനി നോക്കാം നമുക്ക് എന്തൊക്കെ സാധനങ്ങളാണ് അമ്പിള് അവിടെ നിന്ന് പർച്ചേസ് ചെയ്തതെന്ന്. ഇതൊക്കെ കണ്ടോ, സ്പൈഡർമാൻ്റെ ബാഗ്, സ്പൈഡർമാൻ്റെ ബോക്സ്, വാട്ടർ ബോട്ടിൽ, എന്താ ലഞ്ച് ബോക്സ്. ഒന്നും വിട്ടുപോയിട്ടില്ല എന്ന് വിചാരിക്കുന്നു. എല്ലാം ഓർത്ത് ചെറിയ ചെറിയ സാധനങ്ങൾ കണ്ടോ, ഫെവിക്കോൾ വരെ മേടിച്ചിട്ടുണ്ട്. എന്തായാലും കുറേ ഒട്ടിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നെയിം സ്ലിപ്പ് ഇത് കൂടാതെ ബാഗിൻ്റെ കൂടെ ഫ്രീ കിട്ടിയിട്ടുണ്ടായിരുന്നേ. പിന്നെ അതാ ഒരു ബ്ലാക്ക് സാൻഡിൽ വാങ്ങിയേ. അവർക്ക് മഴ സീസൺ കഴിയുന്നവരെ ഷൂ അലൗഡ് അല്ല. അപ്പോൾ അതൊരെണ്ണം മേടിച്ചു. വണ്ണൊന്നും അവൻ്റെ അല്ല കേട്ടോ, അത് ഞാൻ കണ്ടപ്പോൾ രസത്തിന് എനിക്ക് വേണ്ടി മേടിച്ചതാണ്. പിന്നെ അത് അത്തൂനെ പറ്റിക്കാൻ നമ്മൾ ചെറിയൊരു ബാറ്റും ബോളും വാങ്ങിച്ച്. ഇത് നമ്മുടെ സ്കൂബിയുടെ ബാഗിൻ്റെ കൂടെ കിട്ടുന്ന ഒരു ടോയ് ആണ്. അത് കളിച്ച് ഒരു അരമണിക്കൂർ കഴിയുമ്പോഴത്തേനും അതിൻ്റെ പരിപാടി കഴിഞ്ഞു. ഇവർക്ക് പിന്നെ ടെക്സ്റ്റ് ബുക്കും നോട്ട് ബുക്സ് എല്ലാം കഴിഞ്ഞ മാസമേ സ്കൂളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, കഴിഞ്ഞ വർഷത്തെ ബോക്സ്, അതിലും സ്പൈഡർമാനാണ് ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തായാലും ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.